ഹായ് ഹലോ. അപ്പോൾ സബ്സ്ക്രൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പിന്നെ ഞങ്ങൾ അത് ഉണ്ണിയപ്പമായി മാറ്റിട്ടോ. അങ്ങനെ ഇതാ പച്ചരി വെള്ളത്തിലൊക്കെ ഇട്ട് ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല മഴയല്ലേ പുറത്ത്. അപ്പം ഇനിയിപ്പോൾ വൈകുന്നേരത്തിന് എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് അപ്പോൾ അമ്മ പറഞ്ഞത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്നാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ ശേഷം അരി വെള്ളത്തിലിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ അരച്ച് വെച്ചു. വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പച്ചരി വെള്ളത്തിലിട്ട് പിന്നെ ഞങ്ങളൊരു 3 മണിയൊക്കെ ആയപ്പോൾ അരച്ച് വെച്ചൊരു 4 മണി 4:30 5 മണീൻ്റെ ഉള്ളിലായിട്ട് ഞങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിട്ടോ. അങ്ങനെ ഇതാ അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ പച്ചരി കുതിർത്ത് അത് നമ്മൾ മിക്സിയിൽ ജാറിലെല്ലാം അരച്ചിട്ട് ശർക്കര ഉരിക്കും. ശർക്കര എല്ലാം ഉരുക്കിയിട്ട് അത് ചൂടാറിയതിന് ശേഷം ഇതിലൊഴിക്കും. ഏലക്കായ, പിന്നെ അതേപോലെ എള്ള്, അങ്ങനെ എല്ലതും ഇടും. അതപ്പം അമ്മ ഈ ശർക്കര ഉരുക്കാനുള്ള പരിപാടിയിലാണ് അമ്മ. അതാ ഞങ്ങൾ അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയപ്പോൾ ശർക്കര കുറച്ച് കൂടിപ്പോയിട്ടോ. എന്താ വെച്ചാൽ മധുരം കുറച്ച് കൂടിപ്പോയി. എന്നിട്ട് ഞങ്ങൾ അതിക്ക് കുറച്ചും കൂടി പച്ചരി അരച്ച് ചേർത്തിട്ടാണ് പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. പക്ഷെ അപ്പോൾ അടിപൊളിയായിട്ടാണ് ഉണ്ണിയപ്പം. ഫസ്റ്റ് കുറച്ച് മധുരം കൂടിപ്പോയി. അപ്പം മധുരം കൂടുതലാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി പച്ചരി കുതിർത്തിട്ട് അതിലേക്ക് പിന്നെ അരച്ച് കൂട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. വെച്ചാൽ ഈ മഴയത്ത് നല്ല ചൂടുള്ള ഉണ്ണിയപ്പവും ചായയൊക്കെ കുടിക്കാൻ അടിപൊളിയല്ല. അപ്പോൾ ആദ്യം മോന് വന്ന് കച്ചറ ഉണ്ടാക്കുകയാണ്, അവന് ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ഉണ്ണിയപ്പത്തിനുള്ള കാര്യങ്ങൾ റെഡിയാക്കണേ ഉള്ളൂ. അപ്പോൾ അവന് ഏലക്കായൻ്റെ സ്മെല്ലൊക്കെ കേട്ടപ്പോഴേ ഓന് കളിക്കുന്നോടൊന്ന് ഓടി വന്നത്. പഴമൊക്കെ ചെറുപഴം ഉണ്ടാവും കേട്ടോ. ചെറുപഴം ഇതുകൂടി മിക്സി അരച്ചിട്ടാണ് നമ്മളിതല്ലേ മിക്സ് അറിയാമല്ലോ, എല്ലാവരും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണല്ലോ. പിന്നെന്താ നമ്മൾ എന്തായിരുന്നു ചെറുപഴം അരച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുപഴം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഴമൊക്കെ എടുക്കാൻ പോയതാണ്. അത് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്നൊന്നും അറിയില്ലല്ലോ. ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടല്ല ഉണ്ടാക്കൽ. അപ്പോൾ പച്ചരിയും എല്ലാതും ഉണ്ട്. ചെറുപഴം ഇതേപോലെ തലേ ദിവസം ഇതേപോലെ ഞങ്ങൾ കഴിക്കാനും വേണ്ടി വാങ്ങിയതായിരുന്നു. അപ്പം എന്താ പിന്നെ കുറച്ചുള്ളായിരുന്നു കേട്ടോ ചെറുപഴം. അതിക്കുള്ള ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന് കുറച്ച് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളായിരുന്നു, തോനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. തോനൊക്കെ ആകുമ്പോൾ നമുക്ക് മടുപ്പാവും, കുറച്ചൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ആവും. അതിലിടയ്ക്ക് അച്ഛ വന്നിട്ടോ. അച്ഛ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛ നേരം വൈകിട്ടാണ് ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പോൾ അച്ഛ വന്നപ്പോൾ പൂളിയും അതേപോലെ പേരയ്ക്കയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ പേരയ്ക്ക സീസണാണ് തോന്നുന്നുണ്ട്. അപ്പോൾ പേരയ്ക്കും പൂളിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി വെച്ച് പിന്നെ ഇനി അച്ഛയ്ക്ക് ചോറ് കൊടുക്കണം. അപ്പോൾ അമ്മ അച്ഛയ്ക്ക് ചോറ് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. ഞാനപ്പം മിക്സി ഉണ്ടായിരുന്നു, അരയ്ക്കാനുള്ളത് ഉണ്ടായിരുന്നല്ലോ, മാവ് കൂട്ടാനുള്ള പരിപാടിയിൽ ഞാനും നിന്നു. അങ്ങനെ അതാ പഴമൊക്കെ കൂട്ടി അരച്ച് ശർക്കര അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര എന്തായാലും ഉരുക്കി കഴിഞ്ഞിട്ടില്ല. പിന്നെ ചൂടാറിയിട്ട് വേണം നമുക്ക് ഇതിൽ ഒഴിക്കാനിട്ടാ. ചൂടാറിയിട്ടാണ് ഒഴിക്കുന്നത് നല്ലത്. എനിക്ക് അങ്ങനെ ഇതിനെ പറ്റി ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ അമ്മനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ, എനിക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. അപ്പോൾ ശർക്കര ചൂടാറിയിട്ടാണ് ഒഴിക്കുക. അപ്പം ഇനി ചൂടാറിയിട്ട് ശർക്കര അതിലേക്ക് ഒഴിക്കണം. അച്ഛയ്ക്ക് ഇന്ന് ബിരിയാണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അച്ഛയ്ക്ക് വലിയ താല്പര്യമുള്ള ആളല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഉച്ചയ്ക്കൊക്കെ ഒരു നേരം നിർബന്ധിച്ച് കൊടുക്കും. പിന്നെ അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. രാത്രിക്ക് എന്തായാലും അച്ഛയ്ക്ക് ചോറ് കൊടുക്കണം. പിന്നെന്താ പറയുക, അപ്പോൾ ഞാൻ ഏലക്കായ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏലക്കായ ഇടുമ്പോൾ ഒരു ടേസ്റ്റാണ് എന്തൊരു സംഭവത്തിനും. അപ്പോൾ ഏലക്കായ പൊടിക്കുമ്പോൾ ഒറ്റയ്ക്ക് പൊടിക്കാൻ പറ്റില്ലല്ലോ. ഏലക്കായും പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇത് പൊടിക്കുകയാണ്. ഏലക്കായ പൊടിച്ചിട്ട് അതിലിടുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോസ് എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണം. നമ്മൾ കുറേ ആയിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മളെ ചാനലിൽ ഇതുവരെ മോണിറ്റേഷനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. അപ്പോൾ വീഡിയോസ് കാണണം എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതാ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അരയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്യാണ് കേട്ടോ. പാത്രങ്ങളൊക്കെ വാഷ് ചെയ്യും. കുറച്ച് നേരം നമ്മൾ റെഡിയാക്കി സെറ്റാക്കി വെക്കണമല്ലോ. അതായത് അരച്ച് കഴിഞ്ഞ പാത്രങ്ങൾ കേട്ടോ. പിന്നെ ഇനി ശർക്കര ഉരുക്കി ഒഴിക്കാനുണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ എന്തായാലും സെറ്റാക്കി വെക്കണമല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇത് ശർക്കര ഒക്കെ കൊഴിച്ചതിന് ശേഷം ഞങ്ങൾ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമല്ലോ. ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഞാനിതാ ശർക്കര പാരാൻ വേണ്ടി അതിൽ ശർക്കരയിൽ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും.
അപ്പോൾ അതൊക്കെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, തരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് കുറച്ചേച്ചാണ് ഞാൻ ശർക്കര ഒഴിച്ചത്. പക്ഷെ എന്തോ മധുരം കൂടിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും അതായത് അരച്ച് ചേർത്തൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല വീഡിയോയിൽ. കുറച്ച് മൈദപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ റെസ്റ്റ് ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അടുപ്പ് കത്തിച്ചു, അതിൽ ഓയിലൊഴിച്ചിട്ട് നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, നെയ്യപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ മധുരം കൂടി പോയപ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു ഉണ്ണിയപ്പത്തിന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അതിലേക്ക് പിന്നെയും പച്ചരി അരച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ച് ചേർത്തിട്ട് പിന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാനിത് അടുപ്പത്തിൻ്റെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു കേട്ടോ. എനിക്കിത് എങ്ങനെയാവും, ഇത് ഉണ്ടാക്കിയാൽ എങ്ങനെയാവും ഒരു ത്രില്ല്. നമുക്ക് എപ്പോഴും ഒരു ഇതല്ലോ, നന്നാവുമോ, അതെങ്ങനെ ആയി വരും എന്നൊക്കെയുള്ളൊരു ത്രില്ലുണ്ടല്ലോ. അപ്പോൾ അതിൽ ഞങ്ങനെ അടുപ്പിൻ്റെ അവിടെ തന്നെ ഞാൻ നിൽക്കണം കേട്ടോ, എങ്ങനെയാവും ഉണ്ടാക്കിയാൽ എന്നുള്ള ലെവലിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാനുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ നല്ല ഓയിൽ നല്ല തിളച്ച് വന്നാലേ നമുക്കിത് ഒഴിക്കാൻ പറ്റുള്ളൂ നെയ്യപ്പത്തിന്. അപ്പോഴത്തേന് പിന്നെ എന്ത് ചെയ്തു, നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയിടുന്നതിന് മുന്നേ എന്ത് ചെയ്തു, ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ പേപ്പറൊക്കെ ഇട്ടുകൊണ്ടുവന്ന്, പിന്നെ ഉപ്പ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് ഇടുമല്ലോ. അപ്പോൾ ഉപ്പ് നമ്മളിട്ട് അതായത് നെയ്യപ്പത്തിനുള്ളത് ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞില്ല, മധുരം കൂടിയതുകൊണ്ടായിരിക്കാം എന്തോ ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ വന്നു. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു, പച്ചരി വെള്ളത്തിൽ കുതിർത്തു, പിന്നെ മധുരം കുറച്ചിട്ട് പിന്നെ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ പരിവം ഞാൻ കാണിച്ചു തരാം. ഉണ്ണിയപ്പം അതാണ് കേട്ടോ, ചെറിയ ഉണ്ണിയപ്പാക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ വൈകുന്നേരത്തിന് അച്ചയ്ക്കുള്ള ചോറും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ആയ കാരണം അച്ഛ രാത്രി ബിരിയാണി കഴിക്കില്ല. അപ്പോൾ ഞാനിതേപോലെ എന്ത് ചെയ്തു, വൈകുന്നേരം ചായയൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്കിങ്ങനെ ഞാൻ അടുപ്പത്ത് അവിടെ നിന്നപ്പോൾ ഉണ്ണിയപ്പം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉണ്ടാക്കി വെച്ചിരുന്നു, ഞാനും ഉണ്ണിയപ്പം എടുത്ത് കഴിച്ചു. പിന്നെ വൈകുന്നേരം ഞങ്ങളെല്ലാവരും കൂടി ചായക്ക് കഴിച്ചിട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്കത് കാണുമ്പോൾ ഒരു ത്രില്ല്. പിന്നെ എന്താ പറയുക, കുറച്ച് റവ, ഞാൻ പറഞ്ഞല്ലോ മധുരം കൂടിയപ്പോഴൊന്നും, അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് റവ ചേർത്തിട്ടുണ്ടായിരുന്നു. അതാണ് അതിലൊരു ഇങ്ങനെ തരി കാണുന്നത്. പിന്നെ പച്ചരി